KCYM തലശ്ശേരി അതിരൂപതയുടെയും ഷാലോം ടെലിവിഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ പഠന പരമ്പരയിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും അതിലെല്ലാം ഉപരി യുവജനങ്ങളുടെ ഉറ്റ സുഹൃത്തുമായ അഭിവന്ദ്യ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പഠന പരമ്പരയിൽ നമ്മോടൊപ്പമുള്ളത് വെള്ളരിക്കുണ്ട് മേഖലയിലെ യുവജന സുഹൃത്തുക്കളാണ്. നിങ്ങൾക്കും ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശ്വാസത്തെയും വെളിപാടിനെയും കുറിച്ചൊക്കെയായിരുന്നു അഭിമന്യ പിതാവ് ഈ യുവജനങ്ങളോട് സംവദിച്ചിരുന്നത്. നമുക്ക് ഇതിൻ്റെ തുടർ വിചിന്തനങ്ങളിലേക്ക്, സംശയങ്ങളിലേക്കൊക്കെ കടന്നു പോകാമെന്ന് തോന്നുന്നു. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ടോണിയാണ്. നമുക്ക് ടോണിയുടെ ചോദ്യത്തെ ഒന്ന് ശ്രവിക്കാം. പിതാവേ, എൻ്റെ പേര് ടോണി. എൻ്റെ ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ടത് എങ്ങനെയാണ്? വെളിപാടുകളെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. വെളിപാടിൻ്റെ ഒരു നിശ്ചിത ഘട്ടത്തിൽ ഈ പൊതു വെളിപാട് ലിഖിത രൂപത്തിലായി. അതാണ് യുക്യാറ്റ് പഠിപ്പിക്കുന്നത്. അത് ആധാരമാക്കിയാണ് ടോണിയുടെ ചോദ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? അതായത് വിശുദ്ധ ഗ്രന്ഥം എപ്പോഴാണ് എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പറ്റിയല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന സംഭവങ്ങളുടെ ചരിത്രഗണന ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചരിത്രാതീത കാലത്തെയാണ്. ഇപ്പം നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം എപ്പോഴാണ് ഉണ്ടായത് നമുക്കറിയത്തില്ല. അതല്ലെങ്കിൽ ആദാമിനെ ഹവ്വായും സൃഷ്ടിച്ച വർഷം ഏതാണ്? അതൊരു കഥാരൂപത്തിൽ പറഞ്ഞതാണോ? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചതാണോ? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആമുഖം എന്ന് വിശേഷിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായ കാലഗണന സാധ്യമല്ല. അതേസമയം അബ്രാഹത്തെ വിളിക്കുന്നത് മുതലുള്ള ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ വളരെ കൃത്യമായി നിർണയിച്ചെടുക്കാവുന്ന സംഭവങ്ങളാണ്. അതായത് അബ്രാഹത്തെ വിളിക്കുന്നത് BC 19-ാം നൂറ്റാണ്ടിലാണ്, ഊർ എന്ന ദേശത്ത്. അപ്രകാരം ഒരു പ്രയാണം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ചരിത്രരേഖകളുണ്ട്. അത് അബ്രാഹത്തിൻ്റെ ആ കാലം മുതലുള്ളത് ചരിത്രം തന്നെയാണ്. അപ്പോൾ BC 19-ാം ആണ്ടിൽ ആരംഭിക്കുന്ന ഒരു 19-ാം ആണ്ടല്ല, BC 19-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്ന ഒരു സംഭവം, ആ സംഭവത്തെ തുടർന്നുള്ള നിരവധിയായ സംഭവങ്ങൾ, അതാണ് വാസ്തവത്തിൽ അബ്രാഹത്തിൻ്റെ വിളിയിലാണല്ലോ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്. അവിടെ നിന്നൊരു ജനതയെ തിരഞ്ഞെടുത്തു. തുടർന്ന് ഈശോ മിശിഹ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ഈശോയ്ക്ക് 12 അപ്പസ്തോലന്മാരിൽ അവസാനത്തെ അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹായുടെ മരണം വരെയുള്ള കാലം, അതായത് AD 100-ാം ആണ്ടാണ് യോഹന്നാൻ്റെ മരണകാലമായി പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്ര ഭൂമിക എന്ന് പറയുന്നത് BC 19-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയാണ്. അതായത് ഒരു 10,000-2000 കൊല്ലത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഇനി അത് എപ്പോഴാണ് ലിഖിത രൂപത്തിലായത് എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പലതും കഥാരൂപത്തിലായിരുന്നത് വാമൊഴിയായിട്ടാണെന്നെല്ലാം പ്രചരിച്ചിരുന്നു. BC 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇത്തരത്തിലുള്ള ലിഖിത രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഉറപ്പുകൾ ഉണ്ടായിരിക്കാം. അത് ഒറ്റപ്പെട്ട ചില കല്ലിൽ കൊത്തിയ ശിലാഫലകങ്ങളെക്കുറിച്ചൊക്കെയുള്ള സൂചനകളുണ്ട്. പക്ഷേ ഒരു പുസ്തക രൂപത്തിൽ എഴുതാൻ പോരുന്ന ഒരു ലിഖിത രൂപം അന്ന് ഉണ്ടായിരുന്നില്ല.
തീർച്ചയായും ആ കാലഘട്ടത്തിൽ അത് വാമൊഴിയായി പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് രാജഭരണമൊക്കെ വന്നപ്പോൾ രാജകൊട്ടാരത്തിൽ ഇങ്ങനെ തച്ചിനിരുന്ന് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട്, എഴുത്തുകാർ, നിയമജ്ഞർ, അങ്ങനെയുള്ളവരുടെ ഒരു ഗ്രൂപ്പ് രാജകൊട്ടാരങ്ങളിൽ വന്നപ്പോൾ പണ്ഡിത സദസ്സ് രാജകൊട്ടാരത്തിലുണ്ട്. അവരിലൂടെയാണ് ഈ കഥകൾ ലിഖിത രൂപത്തിലാക്കപ്പെട്ടത്. ദാവീദിൻ്റെ കൊട്ടാരത്തിലും പിന്നീട് സോളമൻ്റെ കൊട്ടാരത്തിലും ഇത്തരം എഴുത്തുകാരുണ്ടായിരുന്നു. അവരാണ് ഇത് ലിഖിത രൂപത്തിലേക്ക് ആദ്യമേ മാറ്റിയത് എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ BC 10-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ആ സംഭവങ്ങൾ നടന്നത്. വീണ്ടും നമുക്കറിയാം, ഒരുപക്ഷെ ഒരു പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ടതിലെ ആദ്യത്തെ ഗ്രന്ഥം ലിഖിത രൂപത്തിൽ വന്നത് ആമോസിൻ്റെ പ്രവാചക ഗ്രന്ഥമാണ് എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചഗ്രന്ഥി തീർച്ചയായും നേരത്തെ എഴുതപ്പെട്ടതാണ് എങ്കിലും പ്രവാസാനന്തര കാലഘട്ടത്തിൽ ഹഗ്ഗായി, സക്കറിയ, മലാക്കി, എസ്ര, നെഹമിയ ഇവരുടെ കാലത്ത് ഈ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ പൂർണ്ണമായും എഡിറ്റ് ചെയ്യപ്പെട്ട് അത് ക്രമീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് കാണുന്ന രീതിയിലുള്ള പഞ്ചഗ്രന്ഥിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് BC 4-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും അത് രൂപം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്ന അന്നല്ല, മറിച്ച് അതിൻ്റെ ഇന്ന് കാണുന്ന രീതിയിലുള്ള രൂപം നിലവിൽ വന്നത് ആ കാലഘട്ടത്തിലാണ് എന്ന് ന്യായമായും നമുക്ക് വിചാരിക്കാവുന്നത്. ഇപ്പം കാലഗണനയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് എങ്കിലും ഒരു പൊതുധാരണയിലെത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. പുതിയ നിയമം, ഈശോയുടെ സുവിശേഷങ്ങൾ, ആദ്യത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ് എഴുതപ്പെട്ടത്. അത് മർക്കോസ് നമുക്കറിയാവുന്ന പോലെ ഈശോയുടെ ശിഷ്യനല്ല, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശിഷ്യനായിട്ട് കുറേ കാലം അവരുടെ വചനപ്രഘോഷണം കേട്ട് നടന്ന് അവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷം എഴുതിയ ആളാണ് മർക്കോസ്. നമുക്കറിയാം മർക്കോസ് ഇത് എഴുതുന്നതാകട്ടെ AD 60-കൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഈശോ മരിച്ച് ഒരു 30 കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സുവിശേഷം എഴുതപ്പെടുന്നത്. ആ 30 കൊല്ലക്കാലം ഇതെങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് വാമൊഴിയായി ഈശോയുടെ വചനങ്ങൾ രൂപപ്പെട്ടു. അതുപോലെ തന്നെ മാമോദീസ സ്വീകരിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മതബോധന ഗ്രന്ഥങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവയെല്ലാം ക്രോഡീകരിച്ച് പിന്നീട് എഴുതപ്പെട്ടതാണ്. പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെടുന്ന പുസ്തകം എന്ന് പറയാവുന്നത് തെസലോനിക്കാർക്ക് പൗലോസ്ലീഹ എഴുതുന്ന 1-ാമത്തെ ലേഖനമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെടുന്നത്. അത് AD 51-നും AD 63-നും ഇടയിലാണ് പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളും എഴുതപ്പെട്ടത്. പിന്നീടാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത്. ആദ്യം മർക്കോസ് എഴുതി, പിന്നീട് ലൂക്കായും മത്തായും ഏകദേശം സമകാലികരായി എഴുതി, അതിനുശേഷം അവസാനം യോഹന്നാൻ ശ്ലീഹ എഴുതി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ വെളിപാട് ഗ്രന്ഥം ഒരുപക്ഷെ സുവിശേഷ എഴുതുന്നതിന് മുമ്പ് എഴുതപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ സാർവത്രിക ലേഖനങ്ങളും ഒരു പരിധിവരെയും ഈ പുതിയ നിയമത്തിൻ്റെ രചനയുടെ അവസാന കാലത്താണ് എഴുതപ്പെടുന്നത്. ഇതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഒരു പഴയ നിയമ ഗ്രന്ഥം അവസാനത്തെ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പഴയ നിയമ ഗ്രന്ഥമില്ല. ക്രിസ്തു ശിഷ്യന്മാരിലെ അവസാനത്തെ ശിഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമത്തിൽ ഒരു ഗ്രന്ഥവും ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ മാനദണ്ഡമായി സ്വീകരിച്ചിരിക്കുന്നത്. അവസാനത്തെ ശിഷ്യൻ യോഹന്നാൻ മരിച്ചു, അതിനുശേഷം പുതിയ നിയമത്തിൽ പുതിയ പുസ്തകങ്ങളില്ല. കാരണം എന്താ? ശ്ലീഹന്മാർക്കാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ആധികാരികതയുള്ളൂ. അവസാനത്തെ അപ്പസ്തോലൻ മരിച്ചതോടെ പുതിയ നിയമത്തിൽ പിന്നീട് പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണ ചരിത്രത്തെ 1-2 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിച്ചാൽ ഇത്രയൊക്കെ പറയത്തുള്ളൂ. വളരെ ദീർഘമായ ഒരു വിഷയമാണ്. അതേക്കുറിച്ച് പല കോഴ്സുകൾ എടുക്കാൻ മാത്രം വിശാലമായൊരു ചോദ്യമാണ് ടോണി ചോദിച്ചത്. അതുകൊണ്ട് ഇത്രയും ചുരുക്കി അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു പിതാവേ. തീർച്ചയായിട്ടും ഈ യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇനിയും ഈ
വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിതാവ് വരുന്ന എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ യുവജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ജെയ്മോളാണ്. ജെയ്മോളുടെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ജെയ്മോൾ. പിതാവെ, യഥാർത്ഥ വിശ്വാസം സഭയിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? യെസ്, ജയ്മോൾ പറഞ്ഞത് വളരെ വലിയൊരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യഥാർത്ഥ വിശ്വാസം ഒരു വ്യക്തി കണ്ടെത്തുന്നത് തിരുസഭയിലാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, തിരുസഭ എന്ന് പറയുന്നത് ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒരാൾക്കൂട്ടോ ഒന്നുമല്ല. മറിച്ച് അത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വലിയ രഹസ്യമാണ്, തിരുസഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്നുള്ളതിനാൽ സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. വെളിപാടിൻ്റെ പൂർണ്ണത, സത്യത്തിൻ്റെ പൂർണ്ണത ഈശോമിശിഹായാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ നാം തിരുസഭയിലാണ് കണ്ടെത്തുന്നത് എന്ന് പറയുക. പലപ്പോഴും നമ്മൾ തിരുസഭയെ മറ്റ് പല മതങ്ങളുമായി താരതമ്യം ചെയ്തപ്പെട്ട് അതുപോലൊരു മതമാണിത് എന്ന ഒരു ധാരണയിലേക്ക് വരുമ്പോഴാണ്, ഈ താരതമ്യത്തിലാണ് നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കുക. പക്ഷേ മറ്റേതെങ്കിലും ഒരു മതം പോലൊരു മതമല്ല തിരുസഭ എന്ന് പറയുന്നത്. തിരുസഭ എന്നത് ഏക സത്യദൈവമായ ഈശോമിശിഹായുടെ തിരുശരീരമാകാൻ പിതാവായ ദൈവം നിയോഗിച്ചതാണ് തിരുസഭയെ. അതുകൊണ്ടാണ് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് നാം ഓരോരുത്തരും എന്നാണ് അപ്പോസ്തലൻ പറയുക. അതുകൊണ്ട് സഭയിലാണ് വിശ്വാസത്തിൻ്റെ തികവുള്ളത് എന്ന് പറയുന്നത് സത്യം. അത് ഒന്നാമത്തെ കാരണം, അത് ഈശോമിശിഹായുടെ തുടർച്ചയാണ് സഭ എന്നുള്ളതിനാണ്. സഭയിൽ വിശ്വാസത്തിൻ്റെ കുറവുകളില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. സഭയിലെ അംഗങ്ങളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ, വിശ്വാസത്തിലെ വീഴ്ചകൾ, നിരീശ്വരവാദ ചിന്തകൾ, ദൈവനിഷേധപരമായ പ്രസ്താവനകൾ, പ്രവണതകൾ ഒക്കെയും സഭയുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ തന്നെയായിട്ട് പരിഗണിക്കുന്നു. പക്ഷേ സഭ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെ കണ്ടെത്തേണ്ട സ്ഥലമാണ് എന്ന് പറയാൻ കാരണം, അത് തിരുസഭ ഈശോമിശിഹായുടെ ശരീരമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, വിശ്വാസം എന്നത് വ്യക്തിപരമായി ദൈവം തരുന്ന ഒരു ദാനമാണ് എങ്കിലും ആ ദാനത്തെ നമ്മൾ സഭയുടെ കൂട്ടായ്മയിലാണ് സ്വീകരിക്കുന്നതും ഏറ്റുപറയുകയും ചെയ്യുന്നത്. ഇല്ലേ? നമ്മൾ 2 തരത്തിലുള്ള വിശ്വാസ പ്രമാണം നമുക്കുണ്ട്. ഐ ബിലീവ് ഇൻ ഗോഡ്, ഇല്ലേ? ക്രേദോ ഊനാം ദേവോ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു. ക്രേദോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വിശ്വാസ പ്രമാണത്തിന് ലത്തീൻ വാക്കാണ് ഉപയോഗിക്കുന്നത്. ക്രേദോ എന്ന് പറയുമ്പോൾ ക്രേദോ എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് എന്നാണ്, ഞാൻ വിശ്വസിക്കും. നമ്മൾ സ്ത്രീയന്മാരുടെ വിശ്വാസ പ്രമാണം വീട്ടിൽ കൊന്തനമസ്കാരത്തിന് ചെല്ലുന്നത് ഈ ചെറിയ വിശ്വാസ പ്രമാണം, ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അതേസമയം നമ്മൾ കുർബാനയിൽ ചെല്ലുന്ന നിഖിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്താണ്? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്, അല്ലേ? ക്രേദേമൂസ്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അത് പറയുന്നത്. അത് രണ്ടും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസം ഞാൻ അംഗമായിരിക്കുന്ന തിരുസഭയുടെ പൊതുവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഒറ്റപ്പെട്ട ഒരു വിശ്വാസം കൊണ്ടു നടക്കാൻ പറ്റിയല്ല. എൻ്റെ അമ്മയായ തിരുസഭ സത്യവിശ്വാസത്തിൻ്റെ ആധാരവും അടിസ്ഥാനവുമായി പറയുന്ന കാര്യങ്ങൾ, അത് എൻ്റെ വിശ്വാസത്തിൻ്റെയും ആധാരവും അടിസ്ഥാനവുമാണ്. അതല്ല എങ്കിൽ ഓരോരുത്തരും വ്യക്തിപരമായി ഓരോരോ കാര്യങ്ങൾ പറയുന്നത് സത്യവിശ്വാസമല്ല. ഇപ്പോൾ സഭയുടെ വിശ്വാസം അനുസരിച്ച് 7 കൂദാശകളുണ്ട്.
നമ്മൾ ഒരാൾ പറയുകയാണ് 7 കൂദാശയിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്കൊരു 2-3 കൂദാശയൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം, ബാക്കി കൂദാശയൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ വിശ്വാസം അപൂർണമാണ്, ഇല്ലേ? അപ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണത സഭയിലാണ് എന്ന് പറയുമ്പോൾ ഞാനെന്ന വ്യക്തിയുടെ ഒറ്റപ്പെട്ട ചില നിഗമനങ്ങളോ കാഴ്ചപ്പാടുകളോ അല്ല വിശ്വാസം എന്ന് പറയുന്നത്, മറിച്ച് സഭയുടെ സമഗ്രതയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. കാരണം ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ദൈവം നൽകിയത് സഭയിലാണ്. അതിന് ലത്തീൻ ഭാഷയിൽ ഡെപ്പോസിറ്റും ഫിദേയി എന്ന് പറയും. അന്ന് പറഞ്ഞ എന്താണ് അതിന്? വിശ്വാസത്തിൻ്റെ ഖനി സഭയിലാണ്. പരിശുദ്ധാത്മാവ് അത് സഭയിലാണ് നൽകിയിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ വലിയ ഒരു നിധി സഭയ്ക്ക് ദൈവം കൊടുത്തു. ആ സഭയിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ദൈവത്തിൽ 3 ആളുണ്ട് എന്ന് തിരുസഭയാണ് നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, 4 സുവിശേഷങ്ങളുണ്ട് എന്ന് എൻ്റെ സഭ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ 4 സുവിശേഷങ്ങളും വിശ്വസിക്കുന്നു. അത് സുവിശേഷമല്ല എന്ന് തിരുസഭ എന്നെ പഠിപ്പിച്ചാൽ അന്ന് മുതൽ എനിക്കത് സുവിശേഷം അല്ലാതായിത്തീരും എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് തിരുസഭയിലൂടെയാണ്. അതുകൊണ്ടാണ് സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാണ് എന്ന് പറയുന്നത്. സഭയെ നിഷേധിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, ബൈബിളിൽ 73 പുസ്തകമുണ്ട് എന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിച്ചപ്പോൾ ലൂതർ പറഞ്ഞു, ഇല്ല, സഭയിൽ 73 പുസ്തകമൊന്നുമില്ല, 66 പുസ്തകമുള്ളൂ. ലൂതറിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? അത് സഭയിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിനെ ലൂതർ വ്യക്തിപരമായി നിഷേധിക്കുന്നു എന്നുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനം തെറ്റാണ് എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളിൽ തിരുസഭയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ തിരുസഭ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ സമഗ്രത നമുക്ക് ലഭ്യമാകുന്നത്. ആ സമഗ്രത തരുന്നത് സഭയായതുകൊണ്ടാണ് സഭയിലാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നു. പിതാവേ, തീർച്ചയായിട്ടും സഭയിലാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത. അത് നമ്മുടെ യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കപ്പെടേണ്ട ഒരു എക്കാലത്തെയും നല്ല ഒരു ബോധ്യമാണ്. അമലിന് ഇതിനോട് ചേർത്ത് വെച്ചൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ സംശയത്തിലേക്കൊന്ന് പോകാം. പിതാവേ, ഞാൻ ഈ ഒരു ചോദ്യത്തോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ യുവജനങ്ങൾ കൂദാശകളുടെ പാലനം, അതുപോലെ തന്നെ ദൈവകൽപ്പനകളുടെ അനുസരണം, അത് കൃത്യമായ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പിതാവിന് തോന്നുന്നു? അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ 21-ാം നൂറ്റാണ്ടിൽ യുവജനങ്ങൾ സഭയിൽ നിന്ന് കുറച്ചുകൂടി അകന്നു പോകുന്നു. അതായത് വിശ്വാസങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രക്രിയയെ സഭയ്ക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ യുവജനങ്ങളെ തിരിച്ച് ഈ വിശ്വാസത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും? യെസ് അമലെ, അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, നിങ്ങളെപ്പോലെയുള്ള യുവജന നേതാക്കന്മാരാണ്. അതായത് ഇവര് ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നുണ്ടോ? നിങ്ങൾ പാലിക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ കൂദാശകൾ കൃത്യതയോടെ സ്വീകരിക്കുന്നുണ്ടോ? അത് എൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്നവരുടെ മാത്രം കാര്യം എനിക്കറിയത്തുള്ളൂ, അല്ലേ? ബാക്കി നിങ്ങൾ ഓരോരുത്തർക്കുമാണ് അറിയാവുന്നത്. ശരിക്കും അമല് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തിരുസഭയോട് ചേർന്ന് വളരുന്ന യുവജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. യുവജനങ്ങളുടെ മാത്രം കാരണമല്ല, സമൂഹത്തിൽ മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസക്ഷയം അത് യുവജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾ ഇപ്പോൾ ഒരുപാട് വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്താണ് അവർ ജീവിക്കുന്നത്. ശരിയും തെറ്റും എന്താണ്, ധാർമ്മികതയെക്കുറിച്ച് തന്നെ വലിയ ദീർഘമായ
വിചിന്തനങ്ങളും പൊളിച്ചെഴുത്തുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. വിവാഹം ഒരു കൂദാശയാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ അത് കൂദാശയൊന്നും വേണ്ട, അത് കൂടി താമസിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ലോകത്താണ് ഇന്ന് യുവജനങ്ങൾ ജീവിക്കുക. വിവാഹത്തിന് മുൻപുള്ള ലൈംഗികത പാപമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ ലൈംഗികത എന്നത് ആസ്വദിക്കാനുള്ളതാണ്, അത് ചെയ്യാത്തവൻ വിഡ്ഢിയാണ് എന്ന് പറയുന്നൊരു ലോകത്താണ് യുവജനങ്ങൾ ഇന്ന് ജീവിക്കുക. അതുകൊണ്ട് സഭയുടെ ഏക പ്രബോധനമല്ല ഇന്ന് യുവജനങ്ങളുടെ ചെവിയിലെത്തുന്നു. പലപ്പോഴും തിരുസഭ പഠിപ്പിക്കുന്നതിന് ഘടകവിരുദ്ധമായതും തിരുസഭയുടെ പ്രബോധനങ്ങളെ അങ്ങേയറ്റം പുച്ഛിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന വിരുദ്ധ പ്രബോധനങ്ങളും യുവജനങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ ശരിക്കും ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഏതാണ് ശരി? സഭ പറയുന്നതാണോ ശരി, അതോ ഈ മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നതാണോ ശരി എന്നുള്ള ഒരു ആകുലത, ഒരങ്കലാപ്പ് ഇന്നത്തെ യുവജനങ്ങളിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അവര് ശരിയായ സത്യാന്വേഷണം നടത്തുക എന്നത് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെത്രാണിച്ചൻ പറഞ്ഞാലോ വികാരിച്ചൻ പറഞ്ഞതുകൊണ്ടോ യുവജനങ്ങളെല്ലാവരും സഭയിലേക്ക് അടുത്തു വരികയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഏതൊരു യുവാവാണോ യുവതിയാണോ മുൻധാരണകളില്ലാതെ സത്യത്തെ അന്വേഷിക്കുന്നത്, അവർ തീർച്ചയായും തിരുസഭയാകുന്ന ഈ അമ്മയുടെ മടിത്തട്ടിലെത്തും. സഭയിലൂടെ ദൈവം നമുക്ക് പകർന്നു തരുന്ന കൂദാശകളെ രക്ഷയുടെ വഴികളായി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളത് സത്യമാണ്. ഈ കാലഘട്ടത്തിൽ എത്രയോ ആയിരം യുവജനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. ഈ വർഷവും ഈ തലശ്ശേരി അതിരൂപതയിൽ വിവിധ സന്യാസ സഭകളിലായിട്ട് 40-ലധികം യുവജനങ്ങൾ വൈദികരായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിന് അർത്ഥമുണ്ട്, ആ ജീവിതം സമ്പൂർണമായി കർത്താവിന് കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണമാണ്. സിറോ മലബാർ സഭയിൽ 300-ലധികം വൈദികർ ഈ വർഷം അഭിഷേകം ചെയ്യപ്പെട്ടു. 400ഓളം സിസ്റ്റേഴ്സ് തങ്ങളുടെ ജീവിതം ദിവ്യമണവാളനായ ക്രിസ്തുവിന് സമർപ്പിച്ചിട്ടുണ്ട്. യുവജനങ്ങൾ സഭയിൽ നിന്ന് പൂർണ്ണമായി അകന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നവരൊക്കെ യുവജനങ്ങളാണ്, അത് നമ്മൾ ചിന്തിക്കണം. പക്ഷേ യുവജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് തിരുസഭയുടെ പ്രബോധനങ്ങളെ ഖണ്ഡിക്കുന്ന ഒത്തിരിയേറെ വിരുദ്ധ പ്രബോധനങ്ങളും അബദ്ധ പ്രബോധനങ്ങളുമുണ്ട്. നല്ലൊരു പങ്ക് യുവജനങ്ങൾ അതിനാൽ ആകർഷിക്കപ്പെടും. മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, തിരുസഭ പറയുന്ന ഈ ധാർമ്മിക ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതേസമയം ലോകം പറയുന്ന ജീവിതം വളരെ എളുപ്പമുള്ളതാണ്, ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ആരും നിങ്ങളെ നിയന്ത്രിക്കാനില്ല, ഒരാളുടെയും നിയമങ്ങളും കൽപ്പനകളും നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. ജീവിതകാലം മുഴുവനും ഒരു പങ്കാളിയുടെ കൂടെ സമർപ്പണ ബുദ്ധിയാ ജീവിക്കുക. എന്തൊരു ബോറിംഗ് ആണ്. ത്രോ എവേ. നിനക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയ ആ നിമിഷം പങ്കാളിയെ വലിച്ചെറിഞ്ഞ് പുതിയ ഇഷ്ടപ്പെടുന്നയാളെ സ്വീകരിക്കുക. മക്കളൊക്കെ എങ്ങനെയൊക്കെ വളർന്നോളും, അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡാകണം. ഇതാണ് ലോകം തരുന്ന സന്ദേശം. ആ സന്ദേശം ജീവിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ എളുപ്പമുള്ള വഴിയിലേക്ക് യുവജനങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് അമലെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്ന യുവജനങ്ങൾ കണ്ടെത്തിയ സത്യം തിരുസഭയാണ് എന്ന വലിയ വസ്തുത നിങ്ങൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തണം. യുവജനങ്ങൾ തന്നെ യുവജനങ്ങൾക്കിടയിൽ മിഷണറിമാരായെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ. താങ്ക് യു പിതാവേ. വളരെ മനോഹരമായ രീതിയിൽ സത്യാന്വേഷണം യുവജന ജീവിതങ്ങളിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി. പിതാവ് ഇപ്പം നൽകിയ ഉത്തരത്തിലൂടെ യുവജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് സഭയോടൊത്ത് ചിന്തിക്കുവാൻ, കൂദാശകളോട് ചേർന്ന് വളരുവാൻ നമ്മുടെ യുവജനങ്ങൾക്കാവട്ടെ എന്ന് യുവജന സുഹൃത്തുക്കളോട് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡെൽവിനാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് ഡെൽവിനെ കേൾക്കാം. എൻ്റെ പേര് ഡെൽവിൻ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പിതാവെ, പലപ്പോഴൊക്കെ ബൈബിൾ വ്യാഖ്യാനങ്ങളും
വിശകലനങ്ങളും ചരിത്രത്തോടും അതോടൊപ്പം ശാസ്ത്രത്തോടും എതിർത്ത് നിൽക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഇതിനൊരു വിശദീകരണം തരാൻ പറ്റുമോ? ഓക്കെ, ഡെൽവിൻ എന്നാ ചെയ്യുന്നേ? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. വെരി ഗുഡ്. യെസ്, ഡെൽവിൻ. അതുകൊണ്ട് ഡെൽവിന് ഈ ശാസ്ത്ര മേഖലകളിലെ സഭയുടെ ചില വ്യാഖ്യാനങ്ങൾ പിന്നീട് പൂർണ്ണമായും ശരിയാണോ എന്നുള്ള സംശയമാണ് ഡെൽവിൻ ഉന്നയിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചരിത്രവും അതുപോലെ ശാസ്ത്രവും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇതാണ് ഡെൽവിൻ്റെ ചോദ്യം, അല്ലേ? യെസ്. ഇതിന് ബെനഡിക്റ്റ് മാർപ്പാപ്പ സമാനമായൊരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം ഇതാണ്: അല്ലയോ യുവജനങ്ങളെ, സത്യം ഒന്നേ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ. അത് ബൈബിൾ പറഞ്ഞതും ശാസ്ത്രം പറഞ്ഞാലും ചരിത്രം പറഞ്ഞാലും സത്യം ഒന്നേ ഉള്ളൂ. നിങ്ങൾ അന്വേഷിക്ക്, കണ്ടെത്ത് ഏതാണ് സത്യം. അങ്ങനെ സത്യത്തെ അന്വേഷിക്കാനുള്ള തുറവി, അതാണ് യുവജനങ്ങളോട് തിരുസഭ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ അവർ വരും പറയുന്ന കേൾക്കണ്ട, സത്യത്തെ നിങ്ങൾ അന്വേഷിക്കുക. ആ സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സഹായി എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥം ഡെൽവിൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥം ചില കാര്യങ്ങൾ പറയുന്നതിൽ 100% ശാസ്ത്രീയമായ സൂക്ഷ്മതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പം സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ആകാശത്തെ തൂണുകളിൽ ഉറപ്പിച്ചിരിക്കും. അവരങ്ങനെ ചിന്തിച്ചിരുന്നു, ഇങ്ങനെ എന്തോ ഒരു തട്ടുമ്പുറമാണ് ആകാശമെന്ന്, അതിൻ്റെ മുകളിൽ വെള്ളം കിടക്കുകയാണ്, അത് കുലുങ്ങുമ്പം മഴ പെയ്യുന്നതാണ് എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കോസ്മോളജിക്കൽ അറിവ്, അല്ലെങ്കിൽ ഭൗമശാസ്ത്രപരമായ അറിവ്. അത്രയേ ഉള്ളൂ. ആ കാലഘട്ടത്തിലെ മനുഷ്യനെ ആ രീതിയിൽ പറഞ്ഞാലേ അവന് മനസ്സിലാവുള്ളൂ, ഇല്ലേ? BC 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യനോട് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞാൽ അവന് തിരിയേല. അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവിക വെളിപാടിനെ അവൻ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. ബൈബിൾ ശാസ്ത്രീയ തത്വങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകമല്ല. അതേസമയം വിശ്വാസത്തെയും നിത്യരക്ഷയെയും സംബന്ധിച്ച് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗത്ത് 100% സത്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാൻ തയ്യാറാണ്. അതേസമയം ഏതെങ്കിലും ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ സമകാലിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞ് 21-ാം നൂറ്റാണ്ടിൽ മാത്രമല്ലല്ലോ, BC 15-ാം നൂറ്റാണ്ടിലും ഒരു ശാസ്ത്രീയ നിരീക്ഷണവും കാഴ്ചപ്പാടും ഉണ്ട്. ആ കാലഘട്ടത്തിലെ ശാസ്ത്രം പറഞ്ഞത് എന്തോ അത് വിശുദ്ധ ഗ്രന്ഥത്തിലും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ബൈബിൾ അത് തിരുത്തേണ്ട കാര്യവുമില്ല. കാരണം ബൈബിള് ശാസ്ത്രീയമായ ഏതെങ്കിലും തത്വം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമല്ല. മറിച്ച് ബൈബിൾ നിത്യരക്ഷയെക്കുറിച്ച്, സത്യവിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച വസ്തുതകളിൽ യാതൊന്നിലും മാറ്റമില്ല. അതിലൊന്നുപോലും തിരുത്തപ്പെടേണ്ടതായിട്ടില്ല എന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴേ ഇത് തന്നെയാണ്. ചില കാര്യങ്ങൾ ചരിത്രപരമായി നോക്കിയാൽ ചിലപ്പോൾ 1-2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. കിറീനിയോ സിറിയായിൽ ദേശാധിപതിയായിരിക്കവേ ആദ്യത്തെ പേരെഴുത്ത് നടന്നു എന്ന് ലൂക്കാസ് സുവിശേഷകൻ പറയും. കിറീനിയോ സിറിയായിൽ ദേശാധിപതിയായ വർഷവും അതുപോലെ ഈ പേരെഴുതിക്കുന്ന വർഷവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. തിബേരിയൂസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായിൽ ദേശാധിപതിയായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വർഷം 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകും. അപ്രകാരമുള്ള ചരിത്ര ഗണനകളിൽ ചിലപ്പോൾ വിശുദ്ധ ഗ്രന്ഥകാരന്മാർക്ക് മാനുഷികമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും. പക്ഷെ ആ തെറ്റായിട്ടല്ല സഭ കരുതുന്നത്. മറിച്ച് അവയെ ഇങ്ങനെ ചരിത്രം പഠിപ്പിക്കാൻ എഴുതിയൊരു ഗ്രന്ഥമല്ല ഇത്. അതുകൊണ്ട് ചരിത്രത്തിൽ 1 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നതുകൊണ്ട് മാറിയെന്ന് ഇന്നത്തെ നമ്മുടെ കാലഘടന വെച്ച് നോക്കുമ്പോൾ മാറിയെന്ന് നമുക്ക് തോന്നും. ആ കാലഘട്ടത്തിലെ കാലഘടനയിൽ അത് മാറിയിട്ടില്ല. ഒരുപക്ഷെ പിന്നീട് ചരിത്രം കൂടുതൽ ആഴത്തിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ ശരിയായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ കാലാനുസൃതമായി ചില തിരുത്തലുകൾ
വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രഗണനയിലും അതുപോലെ ശാസ്ത്രഗണനയിലും ആവശ്യമായി വരാം. അതിനെ സഭ സ്വാഗതം ചെയ്യും. കാരണം എന്താണ്? ഈ ശാസ്ത്രവും ചരിത്രവും പഠിപ്പിക്കേണ്ടത് അതാത് മേഖലയിലെ പണ്ഡിതന്മാരാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നിത്യരക്ഷയെക്കുറിച്ച്, ദൈവീക സത്യങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ രക്ഷാമാർഗങ്ങളെക്കുറിച്ച്. ആ കാര്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം 100% ദൈവനിവേശിതവും രക്ഷാകരവും തെറ്റും കലർപ്പുമില്ലാത്തതുമാണ് എന്ന് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. താങ്ക് യു പിതാവേ. ദൈവിക വെളിപാടുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനയെക്കുറിച്ച് പിതാവ് ഞങ്ങൾക്ക് നല്ല ഒരു ചിന്തകൾ തന്ന്, അങ്ങനെ ഇപ്പോൾ ദൈവിക സത്യങ്ങളും സഭയുടെ പ്രബോധനങ്ങളും അത് ചരിത്രത്തിനും ശാസ്ത്രത്തിനും എതിരാവുകയല്ല, മറിച്ച് അത് സത്യമാണ് എന്ന് നിലനിൽക്കുന്നതെന്ന് ഉള്ള വലിയ ബോധ്യവും ഞങ്ങൾക്ക് തന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മനോഹരമായ ചിന്തോദ്ദീപകമായ ഉത്തരങ്ങൾ നൽകിയ അഭിവന്ദ്യ പിതാവിനും ഇതിൽ മനോഹരമായി പങ്കെടുത്ത വെള്ളരിക്കുണ്ട് ഫൊറാനയിലെ യുവജന സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി പറയുന്നു. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം.